എന്നും നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ 2 അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചസാരയും ചേർത്തിട്ടില്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുമില്ല, ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ്. വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അതിനായിട്ട് ആദ്യമേ തന്നെ പാനെടുത്ത് അടുപ്പിൽ വെച്ചോളൂ. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് ഇളക്കി ഇതുപോലെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് 1 സ്പൂൺ കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. ചിലർക്ക് ഈ എള്ളിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല കേട്ടോ, അവർ ചേർക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതൊക്കെ റെഡിയായി വരുന്ന സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് ചീകിയ ശർക്കര എടുത്ത് അതേ പാലിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളത്. വലിയതാണെങ്കിൽ ഒറ്റൊന്നും മതിയെ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഴിച്ചിട്ടുള്ള പഴം തന്നെ നോക്കിയെടുത്തോളൂ. അത് ജാറിലിട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാനിത് 1 കപ്പ് ഗോതമ്പ് പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ശർക്കരപ്പാൻ ഇത് അരിച്ചങ്ങ് ചേർക്കുന്നുണ്ട്. ശർക്കരപ്പാൻ ചേർക്കുന്ന സമയത്ത് ചെറിയ ചൂടോടെ അങ്ങ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശർക്കരപ്പാൻ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പഴം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരൽപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അതേ പഴത്തിൻ്റെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിപ്പോൾ നല്ല തിക്കാവാനും പാടില്ല, എന്നാൽ പിന്നെ നല്ല ലൂസാവാനും പാടില്ല. നമ്മുടെ ഇഡ്ലി മാവിൻ്റെ ഒക്കെ പാകത്തിലാണ് കേട്ടോ മാവിരിക്കേണ്ടത്. അപ്പോൾ ഞാനിതേ വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാനിത് മാവം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല നേരിയതായിട്ടുള്ള പലഹാരമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് 1 തവണ കുറച്ചങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ അകംവശമൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അഥവാ ഇനിയിപ്പോൾ നമ്മൾ കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുത്തോളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തണുത്ത് വരുന്ന സമയത്ത് നോക്കി നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിവശവും അതുപോലെ തന്നെ ഉൾവശമൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൃഷ്ണാവ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.